ഹമാസിന് ട്രംപിന്റെ അന്ത്യശാസനം. എത്രയും വേഗം ബന്ദികളെ മോചിപ്പിക്കുക. ബന്ദികളുടെ മോചനം ഉടൻ സാധ്യമായില്ലെങ്കിൽ ഹമാസിനെ കാത്തിരിക്കുന്നത് നരകതുല്യമായ ആക്രമണമായിരിക്കുമെന്ന വമ്പൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജനുവരി 20 താൻ വൈറ്റ് ഹൗസിൽ ചുമതലയേൽക്കുന്നതിന് മുൻപ് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിച്ചിരിക്കണമെന്ന് നേരത്തെ വിജയത്തിന് പിന്നാലെ ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് ആ പ്രസ്താവനയെ തള്ളിക്കളയുകയായിരുന്നു ഹമാസിന്റെ നേതൃത്വം ചെയ്തത്. അതിനു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ചകൾ നടത്തിയ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതൊരിക്കൽ കൂടി അന്തിമമായ മുന്നറിയിപ്പ് ഹമാസിന് നൽകുകയാണ്. വമ്പൻ വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഹമാസിന്റെ നേതൃത്വത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റായി ഞാൻ ചുമതലയേൽക്കുന്നതിന് മുൻപ് മുഴുവൻ ബന്ദികളും മോചിപ്പിക്കപ്പെട്ടിരിക്കണം. ബന്ദിമോചനം എന്നത് ഞാൻ ലോകത്തിന് കൊടുത്ത വാക്കാണ്. ബന്ദിമോചനം സാധ്യമായില്ലെങ്കിൽ പിന്നീട് എന്തുണ്ടാകുമെന്നുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് ഒരിക്കലും അത് ശുഭകരമായ ഒരു വാർത്തയായിരിക്കില്ല. നരകതുല്യമായ അവസ്ഥയിലൂടെ ഹമാസിന് കടന്നു പോകേണ്ടി വരും. ഇതാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്ക്. അപ്പോൾ എത്രത്തോളം ഗൗരവത്തോടുകൂടി, എത്രത്തോളം കണിശതയോടുകൂടി, എത്രത്തോളം കൃത്യതയോടുകൂടിയാണ് ഈ വിഷയത്തിൽ ട്രംപ് ഇടപെടുന്നത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. ബന്ദികളുടെ കാര്യത്തിൽ, മോചനക്കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല. ബന്ദികളെ മോചിപ്പിക്കുക തന്നെ വേണം. അതിന് ഇസ്രായേലിനേക്കാൾ കൂടുതൽ അമേരിക്ക മുന്നിട്ടിറങ്ങുമെന്ന് ട്രംപിന്റെ വാക്കുകളിലൂടെ വ്യക്തമാവുകയാണ്. ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി നടക്കുന്നു. മറുഭാഗത്ത് ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് 10 ദിവസത്തെ സമയം തരും, അതിനുള്ളിൽ ഗാസയിലെ ഹമാസിന്റെ അന്ത്യം ഉറപ്പിക്കണം. ആ ഉത്തരവ് കിട്ടിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ബെയ്ത്ത് ലഹിയയിൽ, ബെയ്ത്ത് ഹനൂനിൽ, അതുപോലെ ജബാലിയയിൽ, ഖാൻ യൂനിസിൽ ഗാസയിൽ മനുഷ്യജീവനുകൾ അവശേഷിക്കുന്ന ഹമാസിന്റെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ അതിമാരകമായ ആക്രമണമാണ് ഉണ്ടായത്. സമാനതകളില്ലാത്ത ആക്രമണം. ബെയ്ത്ത് ലഹിയയിലും ബെയ്ത്ത് ഹനൂനിലുമൊക്കെ ഹമാസിന്റെ ഒളിയിടങ്ങൾ റെയ്ഡ് ചെയ്ത് നിരവധി ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെയാണ്, ആയുധധാരികളെയാണ് ഇസ്രായേൽ സേന കൊന്നൊടുക്കിയത്. ഇതിനപ്പുറം എന്ത് രൂക്ഷമായ ആക്രമണമാണ് നടക്കേണ്ടത്? ഗാസയുടെ ആകാശത്ത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നിരന്തരം വട്ടമിട്ട് പറക്കുന്നു. നിരന്തരം അവർ സംശയമുള്ള കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും വർഷിക്കുന്നു. അങ്ങനെ ഗാസയിലെ ഹമാസിനെതിരെയുള്ള അന്ത്യയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. മറുഭാഗത്ത് ഹമാസിന്റെ നേതൃത്വത്തിന് ട്രംപ് കൊടുക്കുന്നത് അവസാന അന്ത്യശാസനമാണ്. അതിൽ ട്രംപ് പറയുന്നത് ഗാസയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഹമാസിനെ ഉന്മൂലനം ചെയ്യും. നിങ്ങൾ ഇടപെട്ട്, നേതൃത്വം ഇടപെട്ട് വെടിനിർത്തൽ സാധ്യമാക്കുകയോ ഇല്ലാതിരിക്കുകയോ അത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ഇടപെട്ട് എത്രയും വേഗം ബന്ദികൾ ഹമാസിന്റെ പക്കൽ തട്ടിക്കൊണ്ടുപോയി അവർ ഒളിവിൽ പാർപ്പിച്ചിട്ടുള്ള ബന്ദികളെ വിട്ടയക്കണം. ആ നടപടി പൂർത്തിയായില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ പിന്നീട് ഹമാസ് കാത്തിരിക്കുന്നത് മരണമായിരിക്കണം. അത്രത്തോളം മാരകമായ, ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും പൈശാചികവുമായ ആക്രമണമായിരിക്കും പിന്നീട് ഗാസയിലെ ഹമാസിനെതിരെ നടത്തുന്നതെന്ന് ട്രംപ് പറയുന്നു. ട്രംപ് ഒരിക്കലല്ല, ഇത് 2ാം തവണയാണ് ഹമാസിന് വാണിംഗ് നൽകുന്നത്. നിസാര വാണിംഗ് അല്ല, ഏറ്റവും അപകടകരമായ, ഏറ്റവും ശക്തമായ വാണിംഗ് തന്നെയാണ് ട്രംപ് നൽകുന്നത്. എത്രമാത്രം കോപാകുലനാണ്, എത്രമാത്രം കലിതുള്ളിയിരിക്കുകയാണ് ട്രംപ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ പുരോഗമിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം 16-ാം തീയതി തന്നെ ദോഹയിലേക്ക് എത്തിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം ഖത്തറിൻ്റെ പ്രതിനിധികളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു. മൊസാദിന്റെ തലവൻ ബെർണിയെയാണ് സംഘത്തെ നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3 തലങ്ങളിലായുള്ള വെടിനിർത്തലിന് ഇസ്രായേൽ നിർദ്ദേശം വച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തിനെ അമേരിക്ക പൂർണ്ണമായും അംഗീകരിക്കുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ മുഴുവൻ ജീവനോടെ അവശേഷിക്കുന്ന ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം. ആ ഹമാസ് വിട്ടയക്കുന്ന ബന്ദികൾ ഇസ്രായേലിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വെടിനിർത്തലിൻ്റെ ഒരു ഘട്ടം സാധ്യമാകും. 2ാമത്തെ ഘട്ടത്തിൽ മരണപ്പെട്ട, അതായത് ഹമാസിന്റെ പക്കൽ കൊല്ലപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് കൈമാറണം. അതിനുശേഷം 3ാം ഘട്ടത്തിൽ ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ കീഴടങ്ങണം.
ഇതോടുകൂടി ഗാസയിലെ സൈനിക നടപടികൾ താൽക്കാലികമായി ഇസ്രായേലി സേന നിർത്തിവെക്കുമെന്നാണ് ഇസ്രായേലി സേന മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിലുള്ളത്. അമേരിക്ക പരിപൂർണമായി അതിനെ പിന്തുണയ്ക്കുന്നു. അതേസമയം ഹമാസ് ഇതിനെ എതിർക്കുകയും ചെയ്യുന്നു. ഹമാസിന്റെ ഏറ്റവും വലിയ ഭയം ആദ്യഘട്ടം പൂർത്തിയാകണമെങ്കിൽ കയ്യിലുള്ള ജീവനോട് അവശേഷിക്കുന്ന ബന്ദികളെ ഇസ്രായേലിന് വിട്ടുകൊടുക്കണം. അത്തരത്തിൽ ബന്ദികളെ പൂർണ്ണമായും ജീവനോടെയുള്ള ബന്ദികളെ പൂർണ്ണമായും ഇസ്രായേലിന് വിട്ടുകൊടുത്തതിന് പിന്നാലെ ഇസ്രായേൽ മലക്കം മറിഞ്ഞ് വീണ്ടും ആക്രമണം ആരംഭിക്കുമോ? അത്തരമൊരു ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചാൽ അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമോ? ഈ ഒരു ഭയം ഹമാസിനുണ്ട്. ഇപ്പോഴും ഈ വിഷയങ്ങളിൽ സമ്മർദ്ദതന്ത്രവുമായി ഹമാസിന് നിൽക്കാൻ പറ്റുന്നത് ജീവനോടെ കയ്യിൽ അവശേഷിക്കുന്ന ബന്ദികളെ വെച്ചുകൊണ്ട് മാത്രമാണ്. ജീവനോടെ ബന്ദികൾ ഹമാസിന്റെ പക്കലില്ല എന്ന് ഇസ്രായേലും അമേരിക്കയും ഉറപ്പിക്കുന്ന പക്ഷം ഗാസയിൽ ഹമാസിന്റെ കഥ കഴിഞ്ഞു. പിന്നെ ഹമാസിനെ അവർ ഭൂമുഖത്ത് വച്ചേക്കില്ല എന്നുള്ളത് ഹമാസിന് തന്നെയാണ് ഏറ്റവും അധികം അറിയാവുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും ആ പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും വ്യക്തമാക്കുന്നത്. യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ട് വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ബന്ദികളുടെ മോചനം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അമേരിക്കയുടെ ഏറ്റവും ഒടുവിലത്തെ അന്ത്യശാസനം. അതുകൊണ്ടാണ് പറഞ്ഞത്, ട്രംപ് വളരെ കൃത്യമായി കീറി മുറിച്ച് പറഞ്ഞിരിക്കുന്നു, ബന്ദികളെ മോചിപ്പിക്കൂ, അതിനുശേഷം മറ്റു ചർച്ചകൾ. ബന്ദികളെ മോചിപ്പിക്കാതിരുന്നാൽ അത് ഹമാസിൻ്റെ അന്ത്യത്തിൻ്റെ കാരണമാകുമെന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പിന്നീട് ഗാസ കാണാൻ പോകുന്നത് ഏറ്റവും കിരാതമായ ആക്രമണമായിരിക്കും, സൈനിക നടപടിയായിരിക്കും. ഹമാസിൻ്റെ ഒരു പുൽക്കൊടി പോലും പിന്നീട് ഗാസയിലോ ഭൂമുഖത്തോ ഉണ്ടാകില്ല. തുർക്കിയിലല്ല, എവിടെ പോയി ഒളിച്ചാലും ഹമാസിൻ്റെ നേതാക്കന്മാരെ മൊസാദും അതുപോലെ അമേരിക്കയുടെ രഹസ്യ പോലീസും തിരഞ്ഞുപോയി കണ്ടെത്തും, തീർക്കും. ഇതാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതിനിടയിൽ ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം സജീവമായി ചർച്ചകളിൽ പങ്കെടുക്കുന്നു. മൊസാദിൻ്റെ തലവൻ തന്നെയാണ് സംഘത്തെ നയിക്കുന്നത്. ബന്ദി മോചനവും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പക്കലുള്ള പാലസ്തീൻകാരായ യുദ്ധത്തടവുകാരുടെ കൈമാറ്റവും അടക്കമുള്ള വിഷയങ്ങളിലാണ് ചർച്ച നടക്കുന്നത്. ഇസ്രായേൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു, അമേരിക്ക നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചു. അതേസമയം ഹമാസിൻ്റെ പ്രതികൂല നിലപാടാണ് വെടിനിർത്തൽ ചർച്ചകൾ വിജയിക്കാതിരിക്കുന്നതിന് കാരണമെന്ന് ഇസ്രായേൽ പ്രതിനിധി തന്നെ പറയുകയാണ്. ബെയ്ത്ത് ലഹിയിലും ബെയ്ത്ത് ഹനൂനിലുമൊക്കെ ഹമാസിൻ്റെ ഒളിയിടങ്ങൾ റെയ്ഡ് ചെയ്ത് നിരവധി ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെയാണ്, ആയുധധാരികളെയാണ് ഇസ്രായേൽ സേന കൊന്നൊടുക്കിയത്. ഇതിനപ്പുറം എന്ത് രൂക്ഷമായ ആക്രമണമാണ് നടക്കേണ്ടത്? ഗാസയുടെ ആകാശത്ത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ നിരന്തരം വട്ടമിട്ട് പറക്കുന്നു. നിരന്തരം അവർ സംശയമുള്ള കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും വർഷിക്കുന്നു. അങ്ങനെ ഗാസയിലെ ഹമാസിനെതിരെയുള്ള അന്ത്യയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. മറുഭാഗത്ത് ഹമാസിൻ്റെ നേതൃത്വത്തിന് ട്രംപ് കൊടുക്കുന്നത് അവസാന അന്ത്യശാസനമാണ്. അതിൽ ട്രംപ് പറയുന്നത് ഗാസയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഹമാസിനെ ഉന്മൂലനം ചെയ്യും. നിങ്ങൾ ഇടപെട്ട്, നേതൃത്വം ഇടപെട്ട് വെടിനിർത്തൽ സാധ്യമാക്കുകയോ ഇല്ലാതിരിക്കുകയോ അത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ഇടപെട്ട് എത്രയും വേഗം ബന്ദികൾ ഹമാസിൻ്റെ പക്കൽ തട്ടിക്കൊണ്ടുപോയി അവർ ഒളിവിൽ പാർപ്പിച്ചിട്ടുള്ള ബന്ദികളെ വിട്ടയക്കണം.